എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണത്? പ്രാന്തൽ വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ. കണ്ണി കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല. നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഞാൻ പകല് മുഴുവൻ വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു. അറിയാം, രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ. ശങ്കരൻ നായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാതെ പോരെ. ആരാ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അയൽവക്കത്താർക്ക് പ്രശ്നമല്ല. എല്ലാം ചോദിക്കാൻ എടുത്തോണ്ട് പോകാൻ എടുത്തോട്ട് പോത്തിക്ക് ഒഴുകിച്ചാൽ ഞാൻ നിന്നെ പട്ടിണി കിടുന്നില്ല. നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. രാപകൽ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ്. അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല. ഉണ്ടോ? സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിൽ ആർക്കായിട്ട് നാണക്കേട്? നിങ്ങൾക്കല്ലല്ലോ നാണക്കേട്, ബാക്കിയുള്ളവർക്കല്ലേ. എന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ തന്തയുടെ തേങ്ങ വിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ? തന്തയെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാല് ഒന്ന് പറഞ്ഞേ. പറഞ്ഞിരിക്കുന്നു, 10 തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണേ. എനിക്ക് കങ്കിടിച്ച് വാട്ടണ്ട. നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. പിള്ളേരോ? ഏത് പിള്ളേര്? എടി, ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ. ഉണ്ടായാൽ ആര് വളർത്താനാ? രാത്രി വന്ന് ഈ കുടിയും ബഹളവും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയി കൊത്താതെ ചാവാൻ. നീ ഒരു കാര്യം പോകരുതെന്നും പറയരുത്. പറഞ്ഞാ എന്താ ചെയ്യും? ഞാൻ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ വന്നിരിക്കുന്നു, കണ്ടാ മതി. എന്താണ് കുഴപ്പം? കണ്ട എന്താ കുഴപ്പം? ആരാ? ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. അറിഞ്ഞു, പക്ഷെ പരിചയപ്പെട്ടില്ല. വന്നാട്ടെ, ഒരു 100 മില്ലി അടിച്ചിട്ട് വാ. എന്താ? മദ്യം വിഷമാണ്. ഒരു വിഷമവും ഇല്ല. ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. വന്നാട്ടെ. അല്ല, ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ. എന്താ? ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. ആണുങ്ങൾ വർത്താനം പറഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം? എന്താ പറഞ്ഞേ? ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്ക് സഹോദര. നിങ്ങളിങ്ങനെ കുടിച്ചു കൂത്താടി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അതെ, ഞാൻ അവളെ പട്ടിണി കിടുന്നില്ല. അവിടെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിനവർക്ക് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ അതിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതില്ല. ഇല്ലേ? പിന്നെ എന്റെ ഭാര്യ എന്നെ അല്ലാതെ പിന്നെ സാറിനെയാണോ കുറ്റം പറയണ്ടേ? സ്വന്തമായിട്ടെല്ലാം പറയാനുണ്ടോ? അല്ല, നിങ്ങളിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ അയൽക്കാരായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടല്ലയോ? വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ? പഞ്ഞി ഉണ്ടല്ലോ. അത് കുറച്ചെടുത്ത് 2 ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങ. ചെല്ല, ബുദ്ധിമുട്ട്. നീ എന്നെ ഞാനല്ലോ. ആരാണ്? പട്ടി. അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാട്ടിലേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ?
വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജിച്ചെന്നാരി സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം. പൊക്കോളൂ. തള്ളല്ലേ വെച്ചോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടുന്നതായി. പാല്. നിങ്ങൾ തനിച്ചുള്ള? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കും. കൊടുക്കാം. ശരി, മോൻ പൊക്കോ. ഏയ്, ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മാവൻ വരും. എന്താ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഭാരതി, വാല് പറഞ്ഞോളൂ, വാല് പറഞ്ഞോളൂ. ഞാൻ വന്നു. ഹലോ, മകളാണോ? അല്ല, ഭാര്യ. ഓ, ഐ എം സോറി. ഇരിക്കൂ. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ, ഇത് ബാബു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ. ചേട്ടന് പരിചയം ഉണ്ടായിരിക്കും. ഇല്ല. വിനയം വളരെ തിരക്കുള്ള ആളല്ലേ, ഞാൻ വിളിച്ചോണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല. ചേച്ചി, ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാം. പക്ഷെ സദ്യ തരണം. ഓ. ആ, പ്രധാന കാര്യം പറയാൻ മറന്നു. ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു. അമ്മാവന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം. കൊണ്ടുവരണം അമ്മാവ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വരാം. അപ്പൊ കല്യാണത്തിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. പറ്റേ അമ്മാവ? ആ, ഈ പാല് ആർ കുടിക്കാനാ? ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം? നിനക്ക് വല്ലതും അറിയോ? കല്യാണം എന്ന് വെച്ചാൽ അതൊക്കെ വേണം. നമുക്ക് എടുത്ത് കുടിക്കാം. അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാന്നാ. എന്നെ നമുക്ക് എടുത്ത് കുടിച്ചിട്ട് പോകാം. കുടിക്ക. എനിക്ക് എനിക്ക് മതി. എനിക്ക് മതി. എനിക്ക് വേഗം വേഗം താ. എനിക്ക് എന്നാ ഈ മനം പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് രാജിച്ചെന്നായത്. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരൻ നായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാ. ചേട്ടന് ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണാ. നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാധേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ? ഭാരതി, നേരം വൈകിക്കണ്ട, എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും അമ്മാവ. എനിക്കൊരല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായാൽ തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല.
പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ച് ഇവിടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. പോട്ടെ വാ. അപ്പൊ ചേട്ടാ ഞാൻ രാവിലെ എത്താം. ആ ശരി. മോളെ പോയിട്ട് വരാം. ഓ കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഏയ്, എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്താ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാവുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാ മതി. നേരെ നേരെ എന്താ? ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ പാടത്തേക്ക് പോവുക. അവിടെ കൂലിക്കാര് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പോവൂ. ഒന്നിങ്ങോട്ട് കയറി വരും. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് തുറന്നു വിടൂ. തുറന്നു വിടുകയെ? ആ, ഇവിടത്തെ ആ കുരൂരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസുണ്ണിയും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയി. ആ, എന്റെ അനന്തരവൻ വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു? ശങ്കരനായരെ, ഞാൻ സത്യം പറയാമല്ലോ, എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല. അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുത്തു. അതൊക്കെ ഇരിക്കട്ടെ. നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് തുറന്നു വിടും. ഗുരുവായൂരപ്പാ, എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പേ വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ. ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ. എവിടെ? ശങ്കരനായരെ, വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല. തന്നെയല്ല, ഒരാൾ പൂട്ടിയ താഴ് മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം.